ഹായ്, നമുക്കിന്നൊരു ലിവർ കറി വെച്ചാലോ? അപ്പോൾ ഇന്നത്തെയും പോലെ തന്നെ ഗൈസ്, ഞാൻ ഉരുളി വെച്ചു. എണ്ണ വീത്തി സവാളയൊക്കെ ഇട്ട് വയറ്റി എൻ്റെ വീഡിയോ എടുക്കാൻ ഓണാക്കിയിട്ടില്ലായിരുന്നു. സവാള ഇട്ട് വയറ്റി എണ്ണ വീത്തിയിട്ടുണ്ടായിരുന്നേ. വെളിച്ചെണ്ണയാണ് വീറ്റുന്നത് കേട്ടോ. വെളിച്ചെണ്ണ വീത്തി സവാള ഇട്ട് വയറ്റി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചിട്ടു. അതിനുശേഷം അത് നന്നായിട്ടൊന്ന് വയറ്റിയെടുത്തു. ഉരുളക്കിഴങ്ങ് കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് തന്നെ ഉരുളക്കിഴങ്ങ് ചേർത്തു. അത് നന്നായിട്ട് നന്നായിട്ട് ഒതുങ്ങിയിട്ടുണ്ട്. അത് നമ്മൾ ഈ ഉള്ളി വയറ്റി വെച്ചിരിക്കുന്നതിൽ കാണുമ്പോൾ അറിയാം. നമ്മുടെ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മുടെ പൊടികൾ, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇത്രയുമാണ് ഞാൻ ആദ്യം ഇതിൽ ചേർത്തിട്ടുള്ളത്. ഇത് നന്നായിട്ട് ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വറുക്കുന്നതിനേക്കാളും നല്ലതാണ് ഇതിൽ തന്നെ ഇട്ട് ഇതെല്ലാം വറുത്തെടുക്കുന്നത്. അപ്പോൾ ആ ഉള്ളിയെല്ലാം കൂടെ ഒരു സൈഡിലോട്ടങ്ങ് മാറ്റി വെച്ചാൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. നന്നായിട്ടൊന്ന് പൊടികളെല്ലാം വറുത്തെടുത്തിട്ട് അതിലേക്ക് നമ്മുടെ ചിക്കൻ മസാല ആദ്യം ഒരു സ്പൂണ് നന്നായിട്ട് നിറച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഒരു കുഞ്ഞു സ്പൂണാണ് കേട്ടോ, നിറച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം രണ്ടാമത് ഒരു സ്പൂൺ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. 2 ചെറിയ സ്പൂണിന് നന്നായിട്ട് നിറച്ചാണ് എടുത്തിട്ടുള്ളത്. അത് 2 സ്പൂൺ ചിക്കൻ മസാലയും കൂടെ ഇട്ട് അതും ഒന്ന് ആ ഒരു മണം ഒന്ന് മാറി വരുന്നവരെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. വഴറ്റിയെടുത്തതിന് ശേഷമായിട്ട് നമ്മുടെ ഒതുക്കി വെച്ചിരിക്കുന്ന ഉള്ളി, ഉരുളക്കിഴങ്ങ്, സവാള ഇതെല്ലാം കൂടെ ആയിട്ട് ഇതിലോട്ട് വീണ്ടും ഒന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. അത് കൂടെ തന്നെ ഞാൻ മസാല നന്നായിട്ട് വരട്ടിയെടുത്തിട്ടുണ്ട്. എന്നാലേ നമ്മൾ ആ പൊടികൾ എത്രത്തോളം വറുത്തെടുക്കുമോ അത്രത്തോളം നമ്മുടെ കറിയുടെ കളറിന് നല്ല വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഞാൻ നന്നായിട്ട് പൊടികളെല്ലാം വറുത്തെടുത്തിട്ട് ഈ ഒതുക്കി വെച്ചിട്ട് ഉള്ളി, ഉരുളക്കിഴങ്ങ് അതെല്ലാം കൂടെ നന്നായിട്ട് വരട്ടിയെടുത്തു. അതിനുശേഷം നമ്മുടെ ഒരു ചെറിയ തക്കാളി അതുകൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു. തക്കാളി ചേർത്തു. അതിനെ നന്നായിട്ടൊന്ന് തക്കാളി നന്നായിട്ടൊന്ന് വേഗം കണക്കാക്കി ഒതുക്കിയെടുത്തിട്ടുണ്ടായിരുന്നു. തക്കാളി ഒന്ന് ചെറുതായിട്ട് വെന്ത് വരുമ്പോഴത്തേക്ക് നമ്മുടെ കഴുകി വെച്ചിരിക്കുന്ന ലിവർ അതുകൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ലിവർ നമ്മൾ കഴുകുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ ഒരു ചെറിയൊരു ഉളുപ്പ് മണം അതുണ്ടാവും. അപ്പോൾ അത് ലിവർ കഴുകുന്നപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ലിവർ നന്നായിട്ട് കഴുകിയിട്ട് അതിൽ കുറച്ച് ചെറിയ ചൂടുവെള്ളം ഇതിലേക്ക് ആഡ് ചെയ്യണം. എന്നിട്ട് നമ്മളിത് പൊടികളെല്ലാം ഇട്ട് നമ്മളിത് വരട്ടിയെടുക്കുന്നവരെ ആ ചെറിയ ചൂടുവെള്ളത്തിൽ തന്നെ കിടക്കണം. അപ്പോൾ ഇതിലുണ്ടാകുന്ന ബ്ലഡെല്ലാം വീണ്ടും ഇതിലേക്ക് വരും. അപ്പോൾ നമുക്ക് വീണ്ടും കഴുകണമെങ്കിൽ ഞാൻ കഴുകും. ചൂടുവെള്ളത്തിൽ ഇട്ടിരുന്നാലും വീണ്ടും അത് നന്നായിട്ട് കഴുകിയിട്ടായിരിക്കും ഇതിലോട്ട് ഇടുന്നത് തന്നെ. ഇതിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് അടച്ച് വെച്ച് ഒരു തുള്ളി വെള്ളം പോലും വീത്തിട്ടില്ല കേട്ടോ. ഞാൻ ഇതിൽ ഒരു തുള്ളി വെള്ളം പോലും ചേർത്തിട്ടില്ല. അടച്ച് വെച്ച് നല്ല വെന്ത് വരുമ്പോഴത്തേക്കും ഇതിൽ ആ ചാറ് കുറുകിയ ഒരു ഇതാകുമ്പോഴത്തേക്കും ഒരു 2 സ്പൂൺ കുരുമുളക് പൊടിയുടെ ഇതിലോട്ട് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് അടച്ച് വെച്ച് വേവിക്കുക. അത് നല്ല വെന്ത് കുറുകി വരുമ്പോഴേക്കും നല്ല വെള്ളമൊന്നും ചേർക്കാത്തതുകൊണ്ടാണ് പെട്ടെന്ന് ഇതൊരു പെരട്ട് പോലെയായത്. നന്നായിട്ട് വെന്ത് വരെ തന്നെ ചെയ്യും. അതിനുശേഷം ഇതിലേക്ക് മല്ലിയില, കറിവേപ്പിലയും കൂടെ ഒന്ന് ആഡ് ചെയ്ത് വീണ്ടും ഒന്ന് മൂടി വയ്ക്കുക. നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇതിൽ ഞാൻ ചേർത്തിട്ടുള്ള പൊടികൾ ഞാൻ കറക്റ്റായി പറഞ്ഞിട്ടുണ്ട്. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, നമ്മുടെ ചിക്കൻ മസാല, കുരുമുളക്, ഇത്രയും മാത്രമാണ് ഞാൻ ഇതിൽ ചേർത്തിരിക്കുന്നത്. സ്പൈസസ് ആയിട്ട് പൊടികളായിട്ട് ചേർത്തിരിക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് അതുപോലെ സ്കൈപ്പ് ചെയ്യാനും മറക്കരുത്. ഇതിൻ്റെ കൂടെ ഞാൻ എടുത്തത് നല്ല കപ്പയും ചൂട് കഞ്ഞിവെള്ളവും ആണ്. എല്ലാവരും ഒന്ന് സപ്പോർട്ടാക്കണേ.